ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് തന്നെ ഒരു ഓട്ടത്തിലാണ്. നമ്മൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങാതെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കൂടെയുള്ള 2 പേർ അവർ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ലഗേജൊക്കെ വെച്ചിട്ട് ഓടേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ മാറി മാറി കയറി അവസാനം ബെർലിനിൽ നിന്ന് ഫ്ലിക്സ് ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് പ്രാഗിലേക്കാണ്. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ബെർലിനിൽ എത്തിയിട്ടോ. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മുടെ ഫ്ലിക്സ് ബസ്, നമ്മൾ ബുക്ക് ചെയ്ത ഫ്ലിക്സ് ബസ് ഏകദേശം 2-3 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ നമ്മൾ ടൈം കളയാൻ വേണ്ടിയിട്ട് ബർഗർ കിങ്ങിലേക്ക് പോയി. അവിടെ 2 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബസ്സാണെങ്കിൽ 3 മണിക്കായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് അവിടെ ചില്ല് ചെയ്തിരുന്നു. അങ്ങനത്തെ നമ്മുടെ നെക്സ്റ്റ് ഡേ ആയി. ഇന്നത്തെ ദിവസം പ്രാഗിലാട്ടോ നമ്മൾ. അപ്പോൾ ഇന്നത്തെ പ്രാഗാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാം കൂടെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു പോവുക കേട്ടോ. ലൈക്ക് പ്രാഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ പണ്ടത്തെ ക്ലാസ്മേറ്റ്സിൻ്റെയൊക്കെ നോട്ട്ബുക്കിൻ്റെയൊക്കെ ഫ്രണ്ട് പേജിൽ നമ്മൾ കാണുന്ന ബിൽഡിങ്സൊക്കെ കേട്ടോ അവിടെ ശരിക്കും കാണാനുള്ളത്. പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ ബാഗ്സ് എല്ലാം ഒരു ലോക്കറിൽ വെച്ചിട്ടാട്ടോ കാണാൻ പോയത്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓൺലൈനായിട്ട് ലൈക്ക് കോയിൻസ് ഇട്ടിട്ട് ആണ് ആ ലോക്കർ ഓപ്പൺ ചെയ്ത് നമ്മുടെ ബാഗ്സ് എല്ലാം അവിടെ വെച്ച് 24 ഹവേഴ്സിന് വേണ്ടിയിട്ട് വെച്ച് നമ്മൾ വൈകിട്ട് വന്നെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്നാട്ടോ കഴിച്ചത്. എന്തോരം വെറൈറ്റി ഐറ്റംസാണ് നോക്കട്ടെ. നമ്മളെല്ലാം മിക്കതിൽ നിന്ന് ഓരോ എണ്ണം വെച്ച് ട്രൈ ചെയ്തു. നമുക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലതൊക്കെ അവരോട് തന്നെ ചോദിച്ചാൽ അവിടുത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞ് തന്നതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാത്തിൽ നിന്നും ഓരോ വെറൈറ്റി ഒക്കെ എടുത്ത് അങ്ങ് പോവാണ്. അപ്പം പ്രാഗിൽ തന്നെ നമ്മൾ 1 ഡേ ആട്ടോ പ്രാഗിൽ ഉണ്ടായിരുന്നുള്ളൂ. പ്രാഗിലെ എല്ലാ സ്ഥലങ്ങളും എന്താ പറയുക, ഒരു മിന്നൽ അങ്ങനെ എന്തോ ഒരു വാക്കുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലായിടത്തും പോയി കണ്ടു പോന്നു. ലൈക്ക് ഇങ്ങനെ നടന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ക്യാമറയിലും അതൊക്കെ എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇതൊക്കെ കണ്ടാൽ നോക്കി നിന്ന് പോകുന്ന ഒരു ടൈപ്പ് ഭംഗിയാട്ടോ ഇതിനൊക്കെ ഉള്ളത്. പ്രാഗിൻ്റെ നൈറ്റ് വ്യൂ ആണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ, എന്താ പറയുക, കാണാൻ അത്രയ്ക്ക് നല്ലതാട്ടോ. അപ്പം ഒരു ദിവസമാണ് ഞങ്ങളവിടെ രാവിലെ ഒരു 9 മണിക്ക് എത്തി. ഞങ്ങളുടെ ബസ് അന്ന് രാത്രി 1 മണിക്കായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം വരെ ഞങ്ങൾ പ്രാഗ് മൊത്തം ചുറ്റി കണ്ടു. ഈ ഒരു ക്ലോക്ക് കണ്ടോ, ഇത് ഓരോ അവേഴ്സിലും, അതായത് ഈ 12 ആ ക്ലോക്കിൻ്റെ സൂചി വരുമ്പം നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരും റൊട്ടേറ്റ് ആയിട്ട് വന്നിട്ട് പോകും കേട്ടോ. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളതൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട കാര്യം മറന്നുപോയി ഇടയ്ക്ക്. പിന്നെ ഇത് അവിടെ എന്തോ യൂണിറ്റി ഡേ എന്തോ ആയിരുന്നു കേട്ടോ. അതിൻ്റെ എന്തോ ഒരു പരിപാടിയാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഓരോ സ്ഥലങ്ങൾ കഴിയുമ്പോഴും ഞാനും ശ്രുതിയായിരുന്നു ഗേൾസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തെടുത്ത് തന്നെ ബാക്കിയുള്ളവരും മടുത്തു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. നമ്മൾക്ക് ഇനി ഒരു തവണ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല. അപ്പം നമ്മൾ മാക്സിമം ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ പറ്റില്ല. ഈ ഒരു വ്യൂ ഒക്കെ നമ്മൾ ഫോട്ടോ എടുത്താൽ എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ചാൾസ് ബ്രിഡ്ജ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടോ കാണാൻ വേണ്ടിയിട്ട്. സീനറിയാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഇവിടുത്തെ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാനാണെങ്കിലും എല്ലാ ബിൽഡിങ്സും ഒരേ ആർക്കിടെക്ചറിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ അങ്ങനെയാട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ വാഷ്റൂം തപ്പി പോയപ്പം ഞങ്ങൾക്ക് അവിടെ പബ്ലിക് വാഷ്റൂം കിട്ടിയില്ല. പകരം ഞങ്ങളൊരു ഇന്ത്യൻ ആൾക്കാരെ കണ്ടപ്പോൾ അവർ ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടോ വാഷ്റൂമൊക്കെ തന്നത്. പിന്നെ ഈ വാളിൽ ഞങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത തവണ വരുമ്പോഴത്തേക്കും ഉണ്ടാവുമെന്നറിയില്ല. കാരണം അതിൻ്റെ മുകളിൽ കുറേ ഫോട്ടോസും നോട്ടീസൊക്കെ കൊണ്ടുപോയി ആൾക്കാർ ഒട്ടിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് മാർക്കറൊക്കെ വാങ്ങി ഞങ്ങളുടെ എല്ലാവരുടെയും പേരൊക്കെ അതിൽ ഞങ്ങൾ ജസ്റ്റ് എഴുതി വെപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും അവിടെ പോകാൻ പറ്റുവാണെങ്കിൽ പേരൊക്കെ അവിടെ ഉണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ദുഷ്യന്താട്ടോ എഴുതുന്നത്. ഞാൻ എൻ്റെ പേരിൻ്റെ ഷോർട്ട് ഫോം ലിഡു എന്നാട്ടോ എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മുകളിൽ വേറെ ഫോട്ടോസും നോട്ടീസും ഒക്കെ ഒട്ടിക്കുന്നത് കൊണ്ട് അടുത്ത തവണ വരുമ്പോൾ അത് അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇനി ഒരു തവണ കൂടെ വരാൻ പറ്റുമോയെന്നും അറിയില്ല. അപ്പം അടുത്തത് ഞങ്ങളൊരു പള്ളിയിലാട്ടോ പോയത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടുത്തെ ആർക്കിടെക്ചർ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചിമ്നി കേക്കാട്ടോ. ചിമ്നി കേക്ക് വിത്ത് ഐസ്ക്രീം കഴിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അവരുണ്ടാക്കുന്നത് കണ്ടോ, ലൈക്ക് ഒരു ചിമ്നി ഷേപ്പിലാണ് ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു
ഞങ്ങൾ പിസ്തയും സ്ട്രോബെറിയുമാണെന്ന് തോന്നുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ 2-3 കൺട്രീസിൽ പോയി. ആ കൺട്രീസിലെല്ലാം തന്നെ ചിന്നി കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ലൈഫിൽ ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. ദുഷ്യന്ത് അതിന് ഭയങ്കര അഡിക്റ്റ് ആയിട്ടോ. എത്ര തവണ കഴിച്ചു എന്ന് പോലും അറിയില്ല. അപ്പോൾ ഇതാ നൈറ്റായി. ഈ വ്യൂ ഒന്നും ക്യാമറയിലൊന്നും എങ്ങനെ ക്ലിക്ക് ചെയ്താലും കിട്ടാത്ത അത്രയും ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഞങ്ങൾ ഈ ടവറിലേക്ക് രാത്രി നടന്ന് കയറി. എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതാ നമ്മൾ നൈറ്റ് ഡിന്നർ ഒക്കെ സെറ്റ് ചെയ്ത് എന്തൊക്കെയോ കഴിച്ചു. അവിടുത്തെ ഡിഷസൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്തത്. അവസാനം നമ്മളിതാ ഈ ഒരു സാധനം, ഇതെന്താണെന്ന് വെച്ചാൽ ഇത് 2 ഫേസസ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ മാറി മാറി കളിക്കും. പിന്നെ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നമുക്ക് നാളെ കാണാം. അടുത്ത കൺട്രി ബുദാപെസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.